അല്ലെ 69A 70A 3 കാര്യങ്ങൾ പറഞ്ഞത്. വിജിലൻസ് ഓഫീസർ, ഓംബുഡ്സ്മാൻ, കോർപ്പറേറ്റ് ആർബിട്രേഷൻ കോഡ്. ഇപ്പൊ ഹൈ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആകുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇത് മാറിപ്പോകുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമുക്ക് ഈ സെക്ഷൻ 68A 69A 70 അല്ലെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട്. ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 68A കുറിച്ചാണ്. ആരാണ്? വിജിലൻസ് ഓഫീസറിനെ കുറിച്ചാണ്. വിജിലൻസ് ഓഫീസർ പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് ഷാൾ അപ്പോയിന്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആസ് വിജിലൻസ് ഓഫീസർ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ആണ്. നമുക്ക് അവിടെ വിജിലൻസ് ഓഫീസറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിശ്ചിത യോഗ്യത വേണം. ആ യോഗ്യതയാണ് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG അല്ലെ, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആസ് വിജിലൻസ് ഓഫീസർ. അപ്പൊ DIG റാങ്കിൽ കുറയാത്ത ഒരാളെ വേണം നമുക്ക് വിജിലൻസ് ഓഫീസറോട് അപ്പോയിന്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. വിത്ത് പവേഴ്സ് ടു എൻക്വയർ ഇൻടു ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ. അപ്പൊ ഇദ്ദേഹത്തെ കുറച്ച് പവർ ഉണ്ട്. എന്തൊക്കെയാണ്? അന്വേഷിക്കാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ദ കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, correction and any other major irregularities in the societies as may be referred to him by the registrar. അപ്പൊ ഒന്ന് നമുക്ക് പറയാം, വിജിലൻസ് ഓഫീസറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. DIG റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയായിരിക്കണം. ഇദ്ദേഹത്തിന് ഒരു സംഘത്തിൽ പോയിട്ട് എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻസോ കറപ്ഷൻ അഴിമതിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പോയി എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഓർക്കേണ്ടത് ഇദ്ദേഹത്തിലേക്ക് കേസുകൾ കൈമാറി കൊടുക്കുന്ന, റെഫർ ചെയ്ത് കൊടുക്കുന്ന രജിസ്ട്രാർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇൻ ദ സൊസൈറ്റി ആസ് മേ ബി റെഫേർഡ് ടു ഹിം ബൈ ദ രജിസ്ട്രാർ. അപ്പൊ രജിസ്ട്രാർ ആയിരിക്കും ഇന്ന കേസുകൾ പോയി അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് രജിസ്ട്രാർ പറയുന്ന കേസുകളായിരിക്കും വിജിലൻസ് ഓഫീസർ അന്വേഷിക്കാനെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയുന്നുണ്ട്, ദ വിജിലൻസ് ഓഫീസർ shall conduct the inquiry and investigation in such manner as may be prescribed. നമ്മുടെ ചട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് കേസ് അന്വേഷിക്കേണ്ടതൊക്കെ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനനുസൃതമായിട്ട് വേണം കേസുകളൊക്കെ അന്വേഷിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയുന്നുണ്ട്, വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ്. വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരുന്നു? പറഞ്ഞായിരുന്നു, ആരാ? ഗവൺമെന്റ് ആണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ വിജിലൻസ് ഓഫീസർ ആരുടെ ഭരണപരമായ നിയന്ത്രണത്തിനായിരിക്കും എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരിക്കും വിജിലൻസ് ഓഫീസർ എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. വിജിലൻസ് ഓഫീസർ shall be under the administrative control of the registrar of cooperative society. ഇനിയും പറയണം, provided that എന്നിരുന്നാലും the powers of the registrar of cooperative society under this section shall not be conferred on any other person. എന്താ പറയുക? ആ രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ ആർക്കും കൈമാറി കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഈ സെക്ഷൻ പ്രകാരം പറയുന്നുണ്ട്, provided that the power of the registrar of cooperative society under this section shall not be conferred on any other person. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ നമ്മൾ പറഞ്ഞു, രജിസ്ട്രാർ ആണ് അദ്ദേഹത്തിന് കേസുകൾ കൈമാറി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ അധികാരം മറ്റാർക്കും കൈമാറി കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു. ഇത്രയാണ് നമുക്ക് വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68A ആണ്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. DIG റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത്രയാണ് അവിടെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വിജിലൻസ് ഓഫീസർ ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? രജിസ്ട്രാറിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തതാണ് സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 68A വിജിലൻസ് ഓഫീസർ, 69 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഗവൺമെന്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു സ്കീം അവിടെ രൂപീകരിക്കും. ഫ്രെയിം എ സ്കീം ടു ബി കോൾഡ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്?
എന്ത് ചെയ്യുകയാണ്, അവിടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു സ്കീം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെ, ഒരു സ്കീം അവിടെ ഫ്രെയിം ചെയ്യുകയാണ്. അതിന്റെ പേരാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ആ സ്കീമിന്റെ പേര് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം വിത്ത് ദ ഒബ്ജക്ട് ഓഫ് എനേബിളിംഗ് redressal of complaints relating to deficiency in banking or other services rendered by cooperative societies. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നൽകുന്ന ബാങ്കിങ് അല്ലെങ്കിൽ മറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഓംബുഡ്സ്മാന്റെ കർത്തവ്യം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയിരുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഒരു സ്കീമാണ് രൂപീകരിക്കുന്നത് 69A പ്രകാരം. അതാണ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ appoint one or more persons as ombudsman or ombudsman to carry out the functions entrusted to them by or under the scheme. ഇവിടെ പറയുകയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, ഗവൺമെന്റ് ഇവിടെ ഓംബുഡ്സ്മാൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യാം. അതാണ് പറയുക. ഗവൺമെന്റ് മേ അപ്പോയിന്റ് വൺ ഓർ മോർ പേഴ്സൺസ്, ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയോ ഇവിടെ ഓംബുഡ്സ്മാൻ എന്ന രീതിയിൽ ആ ഒരു സ്റ്റേജിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. ഇപ്പൊ ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെ ഓംബുഡ്സ്മാൻ എന്ന് പറയും. ഇനി മോർ പേഴ്സൺസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണെങ്കിൽ നമുക്ക് അവരെ ഓംബുഡ്സ്മെൻ എന്ന് പറയും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരാളെ ആണെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നും, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓംബുഡ്സ്മെൻ എന്നും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ ഈ നിയമപ്രകാരം, ഈ വകുപ്പ് പ്രകാരം, ഈ സ്കീം പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ. എൻട്രസ്റ്റഡ് ഔട്ട് ദ ഫങ്ഷൻസ് എൻട്രസ്റ്റഡ് ടു ദം ബൈ ഓർ അണ്ടർ ദ സ്കീം ക്യാരി. അതായത് ഈ സെക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ എന്താ പറയുക, ഈ സ്കീമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓംബുഡ്സ്മാനെ അല്ലെങ്കിൽ ഓംബുഡ്സ്മെനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓംബുഡ്സ്മാൻ ആണെങ്കിൽ ഒരാൾ, ഓംബുഡ്സ്മെൻ എന്ന് പറയാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാർ. ഇനിയും പറയുകയാണ്, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മെൻ ആസ് ദ കേസ് മേ ബി ഷാൾ ബി 3 years from the date of their entering office or attaining the age of 65 years whichever is earlier. പറയുന്നുണ്ട് ഒന്നെങ്കിൽ 3 വർഷം, അല്ലെ, ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓർത്ത് വെച്ചേക്കുക, ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 years old, അല്ലെ, ഓർത്ത് വെച്ചേക്കുക, ഏജ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിലേതാണോ ആദ്യം അപ്പോൾ അവരുടെ കാലാവധിയാവും ഓർത്ത് വെച്ചേക്കുക. ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതിലേതാണോ ആദ്യം വരുന്നത് അതുവരെയായിരിക്കും കാലാവധി ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയുകയാണ്, ദ ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മെൻ സോ അപ്പോയിന്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഷാൾ ബി എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഹാവിംഗ് മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓംബുഡ്സ്മാൻ ആയിക്കോട്ടെ, ഓംബുഡ്സ്മാൻ എന്ന് പറയാൻ ഒരാള്, ഓംബുഡ്സ്മെൻ എന്ന് പറയാൻ മോർ ദാൻ വൺ കേട്ടോ, മോർ ദാൻ വൺ. ഓംബുഡ്സ്മാൻ ആയിക്കോട്ടെ, ഓംബുഡ്സ്മെൻ ആയിക്കോട്ടെ, ഇവർക്ക് ഒരു നിശ്ചിത യോഗ്യത ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് ഈ ഒരു പദവിയിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ യോഗ്യതകൾ പറയുന്നുണ്ട്, മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ്, മിനിമം 10 വർഷമെങ്കിലും ബാർ പ്രാക്ടീസും, അതുപോലെ തന്നെ ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ സഹകരണ മേഖലയിലോ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉണ്ടായിരിക്കണം. മിനിമം 10 വർഷമെങ്കിലും ബാർ പ്രാക്ടീസ് ഉള്ള വ്യക്തിയും ആയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് പറയുന്നുണ്ട്, ദ ഫങ്ഷൻസ്, പവേഴ്സ്, ഡ്യൂട്ടീസ് എറ്റ്സെട്ര ഓഫ് ദ ഓംബുഡ്സ്മാൻ ഷാൾ ബി സച്ച് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സ്കീം. ഇപ്പൊ ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്ന ഈ സ്കീമിൽ തന്നെ ഇവരുടെ ഓംബുഡ്സ്മാനിന്റെ ഫങ്ഷൻസ് എന്താണ്, പിന്നെ പവേഴ്സ് അധികാരങ്ങൾ എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്നൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ ഫങ്ഷൻസ്, പവേഴ്സ്, ഡ്യൂട്ടീസ് എറ്റ്സെട്ര ഓഫ് ദ ഓംബുഡ്സ്മാൻ ഷാൾ ബി സച്ച് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ സ്കീം എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ്. നമ്മളത് വിജിലൻസ് ഓഫീസർ പഠിച്ചപ്പോൾ വിജിലൻസ് ഓഫീസർ രജിസ്ട്രാറുടെ കൺട്രോളിലാണെങ്കിൽ ഇവിടെ ഓംബുഡ്സ്മാൻ ആരുടെ കൺട്രോളിലാണ്, ഗവൺമെന്റിന്റെ കൺട്രോളിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓംബുഡ്സ്മാനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നും പെട്ടെന്ന് ഓടിച്ചു നോക്കാം, അല്ലെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് ഒരു സ്കീം ഫ്രെയിം ചെയ്യുന്നു, കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ഓർത്ത് വെക്കുക, ഗവൺമെന്റ് ഒന്നോ അതിലധികമോ ആൾക്കാർ ഈ ഒരു ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ ഓംബുഡ്സ്മെൻ എന്നുള്ള പദവിയിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഓംബുഡ്സ്മെൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് ഇവരുടെ ടൈം, ഇവരുടെ ഓഫീസിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതിൽ ഏതാണോ ആദ്യം അറ്റൈൻ ചെയ്യുന്നത് അതുവരെ ആയിരിക്കും ഇവരുടെ കാലാവധി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കുറയാതെ, മിനിമം ഓഫ് 10 years ഓഫ് ബാർ പ്രാക്ടീസ്, 10 വർഷത്തിൽ കുറയാതെ ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ സ്കീമിൽ പറയും
ഈ ഫ്രെയിം ചെയ്ത സ്കീമിൽ പറയും ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്നൊക്കെ ഈ സ്കീമിൽ സ്പെസിഫൈ ചെയ്യും. പിന്നെ ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് സെക്ഷൻ 70A, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ന് ഓർത്ത് വെച്ചേക്കുക. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്സ് as are necessary to exercise the powers and discharge the functions conferred it under this act. പുറത്ത് വെച്ചേക്കുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ആവശ്യമുള്ളത്തോളം കേട്ടോ, എത്രത്തോളം ഓംബുഡ്സ്മാൻ ആണോ എത്രത്തോളം ആർബിട്രേഷൻ കോടതികളാണോ ആവശ്യമുള്ളത് അത്രത്തോളം ആർബിട്രേഷൻ കോടതികളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതാണ് പറയുന്നത്, ഗവൺമെന്റ് shall constitute such number of cooperative arbitration courts as are necessary to exercise the powers and discharge the functions conferred on it under this act. ഇനിയും പറയുകയാണ്, ഇവിടെ ആർബിട്രേഷൻ കോടതിയിൽ പ്രിസൈഡിംഗ് ഓഫീസറാണ് ഉൾപ്പെടുക. അല്ലെ, ആർബിട്രേഷൻ കോടതി എന്ത് കാര്യങ്ങളാണ് തീരുമാനം എടുക്കുക? നോൺ മോണിറ്ററി കേസസിലാണ് തീരുമാനം എടുക്കുക എന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. നോൺ മോണിറ്ററി, പണപരമല്ലാത്ത കാര്യങ്ങളിലാണ് ആർബിട്രേഷൻ കോടതി തീരുമാനം കൈക്കൊള്ളുന്നത്. പണപരമായ കാര്യങ്ങൾ ആരാണ് തീരുമാനം കൈക്കൊള്ളുന്നത്? മോണിറ്ററി ആണെങ്കിൽ ആരാണ്? അത് രജിസ്ട്രാർ ആണ്. അല്ലെ, മോണിറ്ററി ആണെങ്കിൽ ഓർത്ത് വെക്കുക, മോണിറ്ററി ആണെങ്കിൽ അത് RCS ആണ്, നോൺ മോണിറ്ററി ആണെങ്കിൽ അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിന് മുൻപായി ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ വിതിൻ 1 ഇയർ കേട്ടോ, 1 ഇയർ വിതിൻ 1 ഇയർ ഒരു വർഷത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ പറയും, ആർബിട്രേഷൻ കോടതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പറയുന്നുണ്ട്, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബോവ് ദ റാങ്ക് ഓഫ് എ മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യത, ആർബിട്രേഷൻ കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യത പറയുന്നത്, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് shall be an officer of and above the rank of a munsif magistrate of the judicial service. അപ്പോൾ ജുഡീഷ്യൽ സർവീസിലെ മുൻസിഫ് മജിസ്ട്രേറ്റ് റാങ്കോ അല്ലെങ്കിൽ അതിൽ ഉയർന്നതോ ഉള്ള റാങ്ക് ഉള്ള വ്യക്തിയായിരിക്കണം ഈ ആർബിട്രേഷൻ കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, ഇനിയും പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് ഷാൾ മേക്ക് റൂൾസ് ഫോർ റെഗുലേറ്റിംഗ് ദ പ്രൊസീജിയർ ആൻഡ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് ഓഫ് ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ, പ്രൊസീജിയറും അതിന് ഡിസ്പോസൽ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ആ കേസിനെ എന്താ പറയുക, ആ കേസിന് എങ്ങനെയാണ് വിധി പറയുന്നത്, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ആ കേസിന്മേൽ വിധി പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള റൂളുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഗവൺമെന്റ് ചട്ടങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതാ പറയാ, ഗവൺമെന്റ് ഷാൾ മേക്ക് റൂൾസ്. എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് റൂൾ മേക്ക് ചെയ്യുന്നത്? ഫോർ റെഗുലേറ്റിംഗ് ദ പ്രൊസീജിയർ ആൻഡ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് ഓഫ് ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു റൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഭാഗത്ത് ഓർത്ത് വെച്ചിരിക്കുക. ഇനിയും പറയുകയാണ്, ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ, ഈ പോയിന്റ് ഓർത്ത് വെക്കുക, ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഷാൾ അപ്പോയിന്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി നെസസറി ടു അസിസ്റ്റ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിൽ അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ഗവൺമെന്റോ അല്ലെങ്കിൽ രജിസ്ട്രാറോ. ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ഷാൾ അപ്പോയിന്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി നെസസറി. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലേക്കുള്ള സ്റ്റാഫിനെ, അല്ലെ, ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനിയും പറയുന്നുണ്ട്, ദ ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 4 shall continue to be government servants for all purposes and their terms and conditions of service shall continue to be the same as applicable to them under the government. അപ്പൊ ഇങ്ങനെ ഈ ഒരു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിൽ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ജീവനക്കാർ എംപ്ലോയീസ് പറയുന്നുണ്ട്, അവരാരായിരിക്കും? അവർക്ക് ഗവൺമെന്റ് സർവൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഷാൾ കണ്ടിന്യൂ ടു ബി ഗവൺമെന്റ് സർവൻസ് ഫോർ ഓൾ പർപ്പസ്. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇവരെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലേക്ക് അസിസ്റ്റിന് വേണ്ടി വരുന്ന ഓഫീസേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസിനായിക്കോട്ടെ, അവർക്കൊക്കെ അവിടെ ഒരു ഗവൺമെന്റ് സർവൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അവരുടെ ടൈംസ് ആൻഡ് കാലാവധി എന്ന് പറഞ്ഞാൽ ഇവര് ഓൾറെഡി ഗവൺമെന്റ് സർവീസ് ഉള്ളവരായിരിക്കും. ഇപ്പൊ ഇവരെ ഡെപ്യൂട്ടേഷനിലായിരിക്കും അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യുക.
അപ്പോൾ സാധാരണ ഗവൺമെന്റിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുമെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അവരെവിടെയായിരുന്നോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാണെന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 68A അല്ലെ 69A 70A 3 കാര്യങ്ങൾ പറഞ്ഞത്. വിജിലൻസ് ഓഫീസർ, ഓംബുഡ്സ്മാന്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. ഇപ്പൊ വോക്ക് എന്ന് ഓർത്താൽ മതി കേട്ടോ. വോക്ക് എന്ന് ഓർത്താൽ മതി. വിജിലൻസ് ഓഫീസർ, ഓംബുഡ്സ്മാന്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മള് പഠനം എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുക. എത്രത്തോളം ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇനിയും ഞാൻ പറഞ്ഞ ഒരുപാട് വേക്കൻസീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഭാവിയിൽ ഒരുപാട് വേക്കൻസീസ്. ഇപ്പോൾ കേരള ബാങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങ് പോകും. വീണ്ടും അവിടെ വേക്കൻസീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ മുതൽ തന്നെ നല്ല രീതിയിൽ ഒരു 6 മാസത്തോളം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് 6 മാസത്തേക്ക്, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ളൊരു കോഴ്സ് എൻട്രിയിൽ ഓൾറെഡി റണ്ണിങ് ആണ്. ഓക്കെ, ആ ഒരു ബാച്ച് റണ്ണിങ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡർ ക്ലാസ്സസ് നമ്മുടെ എല്ലാ സിലബസ് അനുസരിച്ചിട്ടുള്ള സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ആപ്പിൽ റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ലൈവ് ക്ലാസ്സസ് കേട്ടോ. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡർ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സസ് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് ഒരു മെൻറ്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ വല്ലതും ചോദിക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ചോദിക്കാം. ഇപ്പം എന്നും എന്താണ് ക്ലാസ്സുകളൊക്കെ നൈറ്റിലായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിച്ച് തരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെൻറ്ററിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റഡി പ്ലാൻ നൽകാറുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സ്റ്റഡി പ്ലാൻ ഓരോ ദിവസം എന്തൊക്കെയാണ് ഏതൊക്കെ വീഡിയോസ് കണ്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. കാരണം നമുക്കൊരു 3-4 മാസം കൊണ്ട് ഈ ടോട്ടൽ സബ്ജക്റ്റുകളെ, നമുക്ക് സബ്ജക്റ്റുകളും ടോപ്പിക്സുകളെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ആ രീതിയിലാണ് നമുക്ക് ഇവിടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓരോ ദിവസം അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും അന്ന് നൈറ്റ് നിങ്ങൾക്ക് ലൈവിൽ വരിക. ഓക്കെ, അപ്പോൾ ഓരോ റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, മെൻറ്ററിന്റെ സപ്പോർട്ട് ഉണ്ട്, സ്റ്റഡി പ്ലാനുകളുണ്ട്. പിന്നെ PDF രീതിയിൽ നോട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് PDF രീതിയിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ പഠിച്ചു തുടങ്ങാം. അല്ലാതെ ഇനി പരീക്ഷ അടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് എന്താ പറയുക, അപ്പോൾ സാധാരണ കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പൊക്കെ ഭയങ്കര പഠനം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്കൊരു 3-4-5 മിനിമം ഒരു 6 മാസം, ഞാൻ എത്രയാണ് പറയുന്നത്, നമുക്കൊരു 3-4 മാസം കൊണ്ട് ഒരു 4 മന്ത് കൊണ്ടൊക്കെ ഈ കോഴ്സിന്റെ ഈ ടോപ്പിക്സുകളൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ വരുന്ന 2 മാസം നമുക്ക് റിവിഷനും കുറേ അധികം ടെസ്റ്റുകളൊക്കെ ചെയ്ത് പഠിക്കണം. ഇപ്പം നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം, നമ്മളിവിടെ എന്താണ് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പരീക്ഷ എഴുതിയും കൂടെ നോക്കണ്ടേ. മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വിജയിക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7736122215. ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എക്സാമുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്താണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്താണ് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം നന്നായിട്ട് പഠിക്കുക, മാക്സിമം വർക്കൗട്ട്സുകൾ ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് പഠിച്ച് പരീക്ഷ എഴുതി വിജയിക്കുക. ഓക്കെ, താങ്ക് യു.